വരുന്ന 100 ഡേയ്സ് കൊണ്ട് ഓണം എക്സാമിന് നമ്മൾ അടിപൊളിയായിട്ട് മാത്സിൽ A+ വാങ്ങും. എങ്ങനെയാണെന്നല്ലേ? യെസ്, ഇവിടെ നോക്കിയടാ, 1 മിനിറ്റ് കൊണ്ട് 1 മാർക്കാണ് സാർ സെറ്റ് ആക്കി തരാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഈ സമാന്തര ശ്രേണിയിൽ ടേം ആയത് ഏത്, പദമായത് ഏത് എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ നമ്മുടെ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇവിടെ 2,5,8 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുക. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം എന്ന് പറയുമ്പോൾ സാർ 5 എടുക്കുന്നു. ഈ 5 നമ്മുടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 5 എത്ര 3 ഉണ്ടടാ? 5 1 ടൈംസ് ആണ് 3, ബാക്കി റിമൈൻഡർ 2. കുഴപ്പമില്ലല്ലോ. ഇതുപോലെ നമ്മുടെ എല്ലാ ടേംസിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടണം? 2 കിട്ടണം. അങ്ങനത്തെ നമ്പർ ഏതാണെന്ന് നോക്കിയേ. 22നെ സാറ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 22ൽ 3 എത്ര പ്രാവശ്യം ഉണ്ട്? 7 ടൈംസ് ആണ്. 7 × 3 21 ആണ്. ബാക്കി റിമൈൻഡർ 1 ആണ്. 1 ആണോ വേണ്ടത്? അല്ല. നമുക്ക് റിമൈൻഡർ എന്ത് വരണം? 2 വരണം. അങ്ങനെയാണെങ്കിൽ അടുത്തത് 32നെ സാർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 32ൽ എത്ര 3 ഉണ്ട്? 10 ടൈംസ് ഉണ്ട്. 30. ബാക്കി റിമൈൻഡർ എത്ര വരിക? 2. ആൻസർ കിട്ടിയില്ലേ? നോക്കിയേ, റിമൈൻഡർ സെയിം ആയാൽ നമ്മുടെ ആൻസർ സെയിം ആവും. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേമിന് എടുക്കുക, അതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ റിമൈൻഡർ അത് തന്നെ കിട്ടണം നമ്മുടെ ഓപ്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോഴും. സോ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു.